സക്സസ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കഥയല്ല ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ ജീവിതത്തിൽ തന്നെ നടന്ന ഒരു ചെറിയ കാര്യം. ഒരു ദിവസം ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ പുറത്തുപോയി. പതിവില്ലാതെ ഞാനൊരു ഗോൾഡ് ചെയിൻ കയ്യിലിട്ടു. എന്തോ ഒരിഷ്ടം എനിക്ക് ആ ചെയിനിനോട് വാങ്ങിയ സമയം മുതലേ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കഫേയിൽ കൊണ്ടാക്കിയത്. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൊളീഗിൻ്റെ കൂടെ തിരിച്ച് വരുന്ന സമയത്ത് എന്നെ ഡ്രോപ്പ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഞാൻ ആ കുട്ടിയെ അത് കാണിച്ചു, എൻ്റെ ചെയിൻ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ചെയിനാണ്, ഇഷ്ടമായോ? ഇത് പറഞ്ഞ് ഞാൻ കയ്യിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ചെയിനില്ല. ഉടനെ തന്നെ വന്ന വഴിയിൽ എല്ലായിടത്തും പോയി നോക്കി, കിട്ടിയില്ല. അപ്പോൾ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു തോട്ട്, ഇന്നൊരു മോശം ദിവസമാണല്ലോ. ഉടനെ എന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അവിടെ കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞ ആ സമയത്ത് ഞാൻ എന്തോ പറഞ്ഞത് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സിൽ തട്ടി ഞാൻ താഴെ വീണു. വീണ പടി ഞാൻ പറഞ്ഞ കാര്യം, ഇതിനേക്കാൾ കൂടുതൽ ഇനി എന്താ വരാനുള്ളതെന്ന് വല്ലാതെ വിഷമിച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? കുറേ നേരമായിട്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നീ പറയുന്നത് തന്നെയല്ലേ നടക്കുന്നത്? നീ അറിയാതെ മോശം എനർജി അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഞാനത് ആലോചിക്കാൻ തുടങ്ങിയത്. ശരിയാണ്, ഞാൻ തന്നെ ആ മോശം കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിനേക്കാളും കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിനേക്കാൾ മോശമായിട്ടുള്ളൊരു കാര്യം ഇനി വരാനുണ്ടോ എന്ന് ഞാൻ പറയുമ്പോൾ പ്രപഞ്ചം എനിക്ക് അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടെന്ന് എന്നോട് തന്നെ കാണിച്ചു തരുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടിച്ചേർക്കൽ, ഞാൻ ഈ ഗോൾഡ് ഇട്ട സമയത്ത് ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, ഇത് എവിടെയെങ്കിലും കളഞ്ഞു പോവുകയാണെങ്കിൽ അത് കിട്ടുന്ന ആൾക്ക് ഒരു മാസം സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള കാശ് കിട്ടുമായിരിക്കും അല്ലേന്ന്. അങ്ങനെ കുറേ കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ഇതിനോട് ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാനത് വളരെ എഫക്റ്റീവായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടി വന്നതാണ്, എൻ്റെ പോലും അനുവാദം ഇല്ലാതെ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ആ മോശം കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നല്ല കാര്യങ്ങളായിരുന്നു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി ചിന്തിച്ചിരുന്നെങ്കിൽ അതും നടക്കുമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള മോശം തോട്ട്സ് സംസാരമൊക്കെ നിങ്ങളുടെ നാക്കിന്ന് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാൻസൽ എന്ന് പറഞ്ഞ് അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. അതിന് പകരം നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ വരൂ. ഇത് എൻ്റെ തന്നെ ലൈഫിൽ എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, നിങ്ങൾ മോശം കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക, മോശം കാര്യങ്ങൾ പറയാതിരിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു പോസിറ്റീവ് വേർഡ് കൂടി കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം.